നമുക്കൊപ്പം ലോറി ഉടമ മനാഫ് ഉണ്ട്. മനാഫ്, കേൾക്കാമോ? കയർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കയർ കിട്ടിയ ഭാഗത്ത് തിരയാനാണ് നേവിയുടെ തീരുമാനമെന്ന് പറയുന്നു. അതിലാണ് മനാഫിൽ നിന്നൊരു പ്രതികരണം വേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആ ഡിങ്കി ബോട്ടിൽ നടുവിൽ നിൽക്കുന്നത് ഈശ്വർ മാൽപ്പയാണ്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. നേരത്തെ നേവി തെരഞ്ഞ ഭാഗത്തേക്ക് ഈശ്വർ മാൽപ്പയെ കൊണ്ടുപോവുകയാണെന്ന് കരുതാം. മനാഫ്, ഇനിയിപ്പോൾ നാളെ തെരച്ചിലില്ല. ഇന്ന് ആ കയർ കിട്ടിയ ഭാഗം അത് പ്രധാനപ്പെട്ടതാണെന്നാണ് നേവി പറയുന്നത്. ഈ കയർ ഇപ്പൊ 2 പീസായി ഉണ്ടാവുമല്ലോ. ആ ഒരു സാമ്പിളിന് മുറിച്ചെടുത്ത ആ കയറ് 2 ഭാഗവും പിടിച്ചു പോയാൽ ലോറിന്റെ ക്യാബിനിൽ എത്താൻ പറ്റും. അതിന്റെ ഇടയിൽ കുറെ തടസ്സങ്ങളുണ്ട്, മരങ്ങളുണ്ട്, പലതും ഉണ്ട്. അത് പിടിച്ചു പോയാൽ കിട്ടേണ്ടതാണ്. നമ്മുടെ ഈശ്വർ മാൽപ്പയെ ഇത്രയും സമയം, അതായത് ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 50 മിനിറ്റായി, 2 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കയറിയതാണ്. അദ്ദേഹത്തിന്റെ തെരച്ചിൽ കുറച്ചു സമയം നിർത്തിവെച്ചതാണോ? അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ എന്താണെന്നുള്ള അറിയില്ല. അതേമാതിരി തന്നെ ഈ ഡ്രഡ്ജിങ് ഉണ്ടല്ലോ, തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രഡ്ജിങ് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളത് ആരാ പറഞ്ഞത്? അത് അതായത് അത് തെരച്ചിലിന് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല മനാഫ്. അത് അവിടെ നിന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് തെറ്റായ വിവരം. അത് 5 മീറ്റർ വരെ പുഴയെന്ന് താഴ്ചയില് ഒരു JCB ഒരു റോട്ടിൽ വെച്ച് എന്തൊക്കെ ജോലി ചെയ്യോ ആ ജോലികളൊക്കെ ആ ഡ്രഡ്ജർ വെച്ച്, തൃശ്ശൂരിലുള്ള ഡ്രഡ്ജർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിലെ പായൽ നീക്കം ചെയ്യണ അതിന്റെ ബക്കറ്റാണ് ഇപ്പൊ ഉള്ളത്. അതേ മെഷീനിന് മണ്ണ് മാന്താനുള്ള ബക്കറ്റും ഉണ്ട്. മനാഫ്, അത് മന്ത്രിമാർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസും മന്ത്രി AK ശശീന്ദ്രനും അത് കൺഫേം ചെയ്തതാണ്. തൃശ്ശൂർ ജില്ലാ കളക്ടർ ഒഫീഷ്യലി അറിയിച്ചതാണ്. അതിന്റെ ഓപ്പറേറ്റർക്ക് അത് കൊണ്ടുവരുന്നതിൽ എന്താ പറയാ, ഈ ഇതിൽ ചെയ്യണതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഔദ്യോഗികമായി അറിയിച്ച വിവരമാണ് മനാഫ്. അവർക്ക് അത് ഇവിടെ പ്രായോഗികമല്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ല. ഇനി വേറെ ആർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള അറിയില്ല. നമുക്കത് പരിശോധിക്കാം. 5-ാം തീയതി അങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇക്കാര്യത്തിൽ മനാഫിന് അങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് AK അഷ്റഫ് MLA വഴി അറിയിക്കാം. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു മെയിൻ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ഇപ്പൊ ഡ്രഡ്ജർ വരിക എന്നുള്ളത്. ആ ഡ്രഡ്ജറിന്റെ ഓപ്പറേറ്ററായിട്ട് അന്ന് തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞതാണ് പേഴ്സണലി. പിന്നെ ഇതൊരു ക്രൂഷ്യൽ ടൈമിൽ നിൽക്കുമ്പോൾ ഈ ഒരൊറ്റ ഡ്രഡ്ജറിന്റെ പേരിൽ കേരളത്തിന് മൊത്തം എന്താ പറയാ, കർണാടക MLA ഭാഗത്തു നിന്നുള്ള വിമർശനം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. ഞാനൊരു മലയാളി ആയത് എനിക്കത് താങ്ങാൻ പറ്റൂല. അപ്പൊ അത് ഞാൻ ആ ഓപ്പറേറ്ററുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. 5 മീറ്റർ വരെ വെള്ളത്തിന്റെ താഴ്ചയിൽ ആ ഡ്രഡ്ജർ പണിയെടുക്കും. ഓക്കെ മനാഫ്, അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം, അത് MLA ചോദിച്ച ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതെ, അത് ആരാ തടയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനാണ് തീരുമാനം. ഇല്ല, ഇതിന്റെ ഇടയിൽ ഇതൊന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. ശരി, എവിടുന്ന് കൊണ്ടുവന്നാലും ഡ്രഡ്ജർ കിട്ടിയാൽ മതി എന്നുള്ളൂ മാഡം. ഓക്കെ മനാഫ്, മനസ്സിലാക്കാം. കാരണം മനാഫിന് ആ വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നും ആ വാഹനം എവിടെയാണെന്നും അറിയാൻ വേണ്ടി മനാഫ് അവിടെ തുടരുകയാണ്. അതിപ്പോ അതെ, നേവിക്കാര് പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ കയർ എന്നെ കാണിക്കാതെ നിന്നതിന്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, നേരെ ആ കയറാ കാണിക്കണമെങ്കിൽ അത് ഞങ്ങളെ കയറാണെന്ന് ഞങ്ങളെങ്ങാനും പറഞ്ഞു പോയാല് അവർക്ക് അതിൽ പണിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ കയർ ആദ്യം കാണിക്കാതെ വേറെ പല വണ്ണത്തിലുള്ള കയർ മുന്നിൽ വെച്ചിട്ട് ഇതിലേതാണ് ഞങ്ങളെ ലോറിന്റെ കയറിന്റെ വണ്ണം എന്നുള്ളത് അന്വേഷിച്ച് ഞങ്ങൾ ആ ഒരു കയറെടുത്ത് കാണിച്ചു കൊടുത്ത് ഇതാണ് നമ്മളെ ലോറിന്റെ വണ്ണം എന്നുള്ളത് ആണ് ആ കയറിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നത്. ഇങ്ങനെ ഒരു കയർ നമ്മൾ മുറിച്ചെടുത്തേക്കണ്, പല മരങ്ങളായിട്ട് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. മരങ്ങള് എന്താ പറയാ, മലമുകളിൽ നിന്ന് വന്ന മരങ്ങളാണോ അതോ ഞങ്ങള് സ്വന്തം മരങ്ങൾ തന്നെ കെട്ടിപ്പണഞ്ഞ് കിടക്കണതാണോ, ഇനി അതൊക്കെ അറിയേണ്ടതുണ്ട്. ഇനി അത് അറിഞ്ഞിട്ട് അവിടേക്ക് എത്തിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോറി മിക്കവാറും മണ്ണിൽ പൊതിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഡ്രഡ്ജർ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ആവശ്യം വരും.